പുറത്ത് നല്ല മഴയാണ്. നമ്മളെല്ലാ വിദ്യാർത്ഥികളും നമ്മളെ കുട്ടികള് മക്കള് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്ത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ദിവസേന ഓരോ വാർത്തകളാണ് പല മരണങ്ങളും അറിയുന്നത്. സ്കൂളിൽ പോയാൽ വിദ്യാർത്ഥി മരിക്കുന്നു, ഹോസ്പിറ്റലിൽ പോയാൽ കൂട്ടിരിപ്പുകാരി മരിക്കുന്നു, അതുപോലെ തന്നെ റോഡിൽ ഇറങ്ങിയാൽ വാഹനം ഇടിച്ച് അല്ലെങ്കിൽ വാഹനം കുയിൽ വീണ് മരിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ പല സ്കൂളുകളും പ്രവർത്തിക്കുന്നത് എങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാർക്കും ആ 2 ദിവസങ്ങളും അല്ലെങ്കിൽ 3 ദിവസങ്ങളോ ദുഃഖാചരണം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നമ്മൾക്ക് ജീവിതകാലം നഷ്ടപ്പെടുന്നത് നമ്മളുടെ മക്കളായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവിടെ എന്തെങ്കിലും ഫിറ്റ്നസിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, കെട്ടിടത്തിന് എന്തെങ്കിലും കേടുപാടുകളുണ്ടോ എന്ന് നോക്കി നമ്മൾ മനസ്സിലാക്കി അത് എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് നോക്കി നമ്മൾ ചെയ്താൽ നമ്മളെ കുട്ടികൾ രാവിലെ പോയ സ്കൂള് തിരിച്ചു വരും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന പോലെ എന്തെങ്കിലും അപകടത്തിൽ സംഭവിച്ച് മരിച്ചതായിരിക്കും നമ്മൾ അറിയുക. ആ മരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു. അവർക്ക് എന്താണ്, എന്തെങ്കിലും നാശനഷ്ടമായി അതിനെ പ്രതിഫലമായി എന്തെങ്കിലും 5 ലക്ഷം തന്ന് അവരുടെ ബാധ്യത അവർ ഒഴിവാക്കും. എന്നാൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ മക്കളെയാണ്. ആ മക്കൾ നമ്മൾ ആറ്റുനോറ്റ് നമ്മൾ വളർത്തിയ മക്കളെ നഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ആ വിഷമം അറിയുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ചില നിമിഷങ്ങളിൽ അവർ ആ ദുഃഖത്തിൽ പങ്ക് ചേരും. കുറച്ചു കഴിഞ്ഞാൽ ആ ദുഃഖം അവർ മറക്കും. എന്നാൽ ആ നഷ്ടപ്പെട്ട രക്ഷിതാക്കൾക്ക് അത് മറക്കാൻ കഴിയില്ല. അവരുടെ ജീവിതകാലം മുഴുവൻ അത് ഓർത്ത് കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മക്കൾ ഏത് സ്കൂളിലാണോ എവിടെയാണോ പഠിക്കുന്നത്, അവർ ആ സ്ഥാപനം നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നത്, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി നമ്മൾ മനസ്സിലാക്കി അതിന് എതിരെ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമ്മളെ മക്കൾ നല്ല രീതിയിൽ തിരിച്ചു വരികയുള്ളൂ. അപ്പൊ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.